ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് പിന്നെയും മനോഹരമായ ഒരു ചെറിയ കഥ കേൾക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് കഥയിലേക്ക് കിടക്കാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് കുറച്ചുകൂടി പറന്നുയരാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് ലെസൺ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് വാച്ച് ദ സ്റ്റോറി ടിൽ ദി എൻഡ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രം നിലനിന്നിരുന്നു. ഒരുപാട് വർഷങ്ങളായി അവിടെ പ്രാർത്ഥനകളൊന്നും നടക്കാതിരുന്ന ആ ക്ഷേത്രമുറ്റം വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു. മാത്രമല്ല, ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് മനോഹരമായ ഒരു വലിയ ബ്രോൺസ് ബെല്ല് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. വർഷങ്ങളായി മുഴങ്ങാതിരിക്കുന്ന ഒരു ബെല്ല്. ഒരുപാട് പക്ഷികൾ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തൂടെ പറന്നു പോവുകയാണ്. ആരും പ്രത്യേകിച്ചൊന്നും ഈ ക്ഷേത്രത്തിലോ അതിന്റെ പരിസരത്തോ ഒന്നും കാണുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ അതുവഴി ഒരു ചെറിയ കുരുവി പറന്നു പോവുകയാണ്. ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന മനോഹരമായ ഈ വലിയ ബ്രോൺസ് ബെല്ല് അവളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവൾ ആ ബെല്ലിന്റെ അകത്ത് ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ്. അവൾ നോക്കിയപ്പോൾ തനിക്ക് കൂടുവയ്ക്കാൻ പറ്റിയ ഒരിടമാണത്. തണുപ്പ് ലെവലേശം അതിൻ്റെ അകത്തേക്ക് വരികയില്ല. വെയിലോ മഴയോ ഒന്നും കൊള്ളേണ്ടതായി വരില്ല. അതുകൊണ്ട് അവൾ ചിന്തിക്കുകയാണ്, ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ കൂട് തീർക്കാൻ പോവുകയാണ്. ഇവിടെ എന്നെ ആരും ശല്യപ്പെടുത്തില്ല. തീർച്ചയായിട്ടും ഇത് എനിക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. അങ്ങനെ അവൾ വഹിച്ചുകൊണ്ട് പോയിരുന്ന ചെറിയ കമ്പുകളും ചെറിയ തൂവലുകളും പഞ്ഞിയും എല്ലാം ഉപയോഗിച്ച് ഒരു ചെറിയ കൂട് ഈ ബ്രോൺസ് ബെല്ലിന്റെ അകത്ത് പണിയുകയാണ്. വളരെ ക്ഷമയോടെ, വളരെ ശ്രദ്ധയോടെ, വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും അവൾ ആ കൂട് പണിത് തീർത്തു. അതിനുശേഷം അതിൻ്റെ അകത്തിരുന്ന് ചെറിയ മൂളിപ്പാട്ടെല്ലാം പാടി ആ താഴ്വരയുടെ മനോഹാരിത ആസ്വദിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. രാവിലെ വളരെ സമാധാനത്തോടെ ആ കൂട്ടിൽ നിന്നും അവൾ പറന്നകലും. തീറ്റ തേടി തൻ്റെ കൂട്ടിലേക്ക് വൈകുന്നേരം മടങ്ങി വരും. എന്നിട്ട് വിശ്രമിക്കും. ശാന്തതയും സമാധാനവും സ്വസ്ഥതയുമുള്ള മനോഹരമായ ദിവസങ്ങൾ. ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായി ഒരു കാര്യം സംഭവിക്കുകയാണ്. പെട്ടെന്ന് ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഒരു കാൽ പെരുമാറ്റം. കുറച്ച് സന്യാസികൾ ആ ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് കടന്നു വരികയാണ്. അവർ നോക്കുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഒരു വലിയ ബ്രോൺസ് ബെല്ല്. വർഷങ്ങൾക്ക് മുൻപ് ആളുകളെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത് ഈ ബെല്ല് മുഴക്കിയായിരുന്നു. ഈ സന്യാസിമാർ തീരുമാനിച്ചു, ഈ ബെല്ലൊന്ന് മുഴക്കാം. എന്നിട്ട് പഴയതുപോലെ എല്ലാവരെയും വിളിച്ചു കൂട്ടി നമുക്ക് ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥനകൾ തുടങ്ങാം. അങ്ങനെ ഒരു സന്യാസി വളരെ വലിപ്പമുള്ള ഒരു തടി കഷ്ണം ഉപയോഗിച്ച് ഈ ബ്രോൺസ് ബെല്ലിലേക്ക് ശക്തമായി അടിക്കുകയാണ്. ഭൂം! പാവം ചെറിയ കുരുവി പേടിച്ച് ഭയപ്പെട്ട് ആ കൂട്ടിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വീണു. അവളുടെ മനോഹരമായ ആ ചെറിയ കൂട് നിമിഷ നേരം കൊണ്ട് തകർന്നുടഞ്ഞു. അവൾ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വന്നുകൂടുന്നു. വളരെ തിരക്കായി കഴിഞ്ഞു. താൻ മുന്നം കണ്ട ആ ശാന്തതയും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷമല്ല പിന്നെ. വളരെ ശബ്ദം നിറഞ്ഞ ഒരു അന്തരീക്ഷം. അവൾക്ക് ഭയം തോന്നി. അവൾ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇതെനിക്ക് സംഭവിച്ചത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായ കാര്യം നടന്നത്? ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ കൂട് നിമിഷ നേരം കൊണ്ട് തകർന്നു പോയല്ലോ. ഇനി ഞാൻ എവിടെ താമസിക്കും?
അങ്ങനെ വളരെ ഭാരത്തോടെ ആ പക്ഷി ആ ക്ഷേത്രമുറ്റത്തു നിന്ന് പറന്നു പറന്നു പോയി. അവൾ പലയിടത്തും അന്വേഷിച്ചു, താഴ്വരയിലും കുന്നിലും കാട്ടിലും എല്ലായിടത്തും. എന്നാൽ അവൾക്ക് കൂടുവയ്ക്കാൻ പറ്റിയ ഒരിടം കണ്ടെത്താൻ സാധിച്ചില്ല. വളരെ ഹൃദയഭാരത്തോടെ ആ ചെറിയ കുരുവി മഴയും വെയിലും മഞ്ഞുമെല്ലാം കൊണ്ട് പറന്ന് പറന്ന് ഓരോ വൃക്ഷത്തിന്റെ ശാഖയിൽ അഭയം തേടുകയാണ്. ഈ അവസ്ഥയിൽ ഈ ചെറിയ കുരുവി ചിന്തിക്കുകയാണ്, എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു, എനിക്കിനി മുന്നോട്ട് ഒരടി പോലും ജീവിക്കാൻ സാധിക്കില്ല, ഇതാണ് എൻ്റെ അവസാനത്തെ നിമിഷങ്ങൾ. അങ്ങനെ വളരെ നിരാശയുടെ ആ അവസ്ഥയിൽ അവളുടെ ഉള്ളിൽ നിന്ന് ആരോ മന്ത്രിക്കുകയാണ്, ഡോണ്ട് സ്റ്റോപ്പ്, കീപ് ഗോയിങ്, കീപ് ഫ്ലൈയിങ്, കീപ് സെർച്ചിങ്. പെട്ടെന്ന് അവളുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശ. അങ്ങനെ പിന്നെയും അന്വേഷിക്കുകയാണ്, തനിക്ക് പറ്റിയ ഒരിടം എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും എനിക്ക് കണ്ടെത്താൻ സാധിക്കും. ആ പ്രതീക്ഷ അവളിൽ വളരുകയാണ്. അങ്ങനെ ആ ചെറിയ കുരുവി പറന്ന് പറന്ന് പോകുമ്പോൾ ഒരു ചെറിയ അരുവിയുടെ ശബ്ദം കേൾക്കുകയാണ്. വെള്ളം ചെറിയ അരുവിയിലൂടെ ഒഴുകി ഒഴുകി പോകുന്ന ചെറിയ ശബ്ദം. ഈ ചെറിയ കുരുവി ഈ അരുവിയെ പിന്തുടർന്ന് പോവുകയാണ്. അങ്ങനെ പറന്ന് പറന്ന് വളരെ പ്രതീക്ഷയോടെ അവൾ പറന്നു പോകുമ്പോൾ ചെന്നെത്തുന്നത് ഒരു മനോഹരമായ വനം. അവിടെ നിറയെ ഫലഭൂയിഷ്ടമായ വൃക്ഷങ്ങൾ. അവൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇത്ര മനോഹരമായ ഇടം ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ലല്ലോ. അവൾ അങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവൾക്ക് കൂട് നിർമ്മിക്കാൻ പറ്റിയ ഒരു വൃക്ഷം, നല്ല ബലമുള്ള അതിൻ്റെ കൊമ്പുകൾ താഴെ ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. അവൾ പൊട്ടും മടിച്ചില്ല. പതിയെ ചെന്ന് ആ ചെറിയ കമ്പുകളെല്ലാം പറക്കി വളരെ ശ്രദ്ധയോടെ, വളരെ ഉത്സാഹത്തോടും വളരെ ക്ഷമയോടും ഒരു മനോഹരമായ കൂട് പണിയുകയാണ്. ഈ പ്രാവശ്യം വളരെ കെയർഫുൾ ആയിട്ടാണ് അവൾ കൂട് പണിയുന്നത്. കുറച്ചുകൂടെ വലുപ്പത്തിലും കുറച്ചുകൂടെ ബലമുള്ളതായിട്ടുള്ള കമ്പുകളെല്ലാം തിരഞ്ഞെടുത്ത് അവൾ മനോഹരമായ കൂട് പണിയുകയാണ്. ആദ്യം പണിത കൂടിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൂട്. അങ്ങനെ ആ കൂടിന്റെ പണിയെല്ലാം തീർത്ത് കഴിഞ്ഞ് അവൾ ആ കൂട്ടിലിരുന്ന് പതിയെ ഒരു പാട്ടെല്ലാം മൂളുകയാണ്. എന്നിട്ട് ഒരു പുഞ്ചിരിയോടെ ഇപ്രകാരം ഓർക്കുകയാണ്, എല്ലാം നല്ലതിനാണ് സംഭവിച്ചത്. അതെ, അന്ന് ആ ബ്രോൺസ് ബെല്ല് മുഴങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇത്ര മനോഹരമായ ഒരിടം കണ്ടെത്തുകയില്ലായിരുന്നു, അന്വേഷിക്കുകയില്ലായിരുന്നു. മാത്രമല്ല, ആ ബെല്ല് അന്ന് മുഴങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇത്ര മനോഹരമായ, ഇത്ര ഫലഭൂയിഷ്ടമായ ഒരു വനം എനിക്ക് കണ്ടെത്താനും അതിൽ മനോഹരമായ ബലമുള്ള ഒരു കൂട് പിന്നെയും തീർക്കാനും എനിക്ക് സാധിച്ചത്. അല്ലെങ്കിൽ ഞാൻ ആ ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ഒതുങ്ങിക്കൂടിയേനെ. പുറത്തുള്ള ഇത്ര മനോഹരമായ കാഴ്ചകളൊന്നും കാണാതെ ഒരു നിശബ്ദതയുടെ ഉള്ളിൽ കഴിഞ്ഞ് ഒതുങ്ങിക്കൂടിപ്പോയേനെ. എല്ലാം നല്ലതിന്, അവൾ ചിന്തിച്ചു. അതെ പ്രിയ സുഹൃത്തുക്കളെ, ഈ ചെറിയ കുരുവിക്ക് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും വളരെ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ നാം ചിന്തിക്കുന്നത് പോലെ അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. നാം ജീവിതത്തിൽ സേഫ് ആയിട്ടുള്ള കൂടുകൾ തീർക്കുന്നു. ഒരു പക്ഷേ അത് നമ്മുടെ ജോലിയാകാം, നമ്മുടെ ബന്ധങ്ങളാകാം, നമ്മുടെ വീട് തന്നെയാകാം. നാം ചിന്തിക്കും, ഇത് എൻ്റെ സേഫ് സോണാണ്, എന്നെ ആർക്കും ഹർട്ട് ചെയ്യാൻ സാധിക്കില്ല, എന്നെ ആർക്കും തകർക്കാൻ സാധിക്കില്ല, ഈ മനോഹരമായ ഈ സേഫ് ആയിട്ടുള്ള ഈ സോണിന് ഒരിക്കലും മാറ്റം വരില്ല എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഈ ചെറിയ കുരുവിയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ പെട്ടെന്നായിരിക്കും നമ്മുടെ ജീവിതത്തിലും ചില നഷ്ടങ്ങൾ വരുന്നത്. ചിലപ്പോൾ വീടാകാം, ചിലപ്പോൾ നമ്മുടെ വിലപ്പെട്ട ബന്ധങ്ങളാകാം, ചിലപ്പോൾ നമ്മുടെ ജോലിയാകാം. ആ സമയത്ത് നാം ചിന്തിക്കും, ഇതെൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണ്, എനിക്കൊരു ഭാവിയും ഇനി ഉണ്ടാകുകയില്ല, ഭാവിയെക്കുറിച്ച് ഓർക്കാൻ പോലും പേടി തോന്നും, ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഭയവും നിരാശയും
പേടിയും മൂലം നമ്മൾ ഒതുങ്ങിക്കൂടും. ആ സമയത്ത് നമ്മൾ നമ്മളോടായി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്: എന്തുകൊണ്ട് ഞാൻ? എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? അല്ലേ? ഈ സമയത്ത് നാം ചിന്തിക്കേണ്ട കാര്യം, ഈ ചെറു കുരുവിയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ, അവൾ ചിന്തിച്ചതുപോലെ, കീപ് ഫ്ലൈയിങ്, കീപ് സെർച്ചിങ്, ഡു നോട്ട് സ്റ്റോപ്പ്. സിൻസ് ദ എൻഡ് ഓഫ് ദ വൺ ചാപ്റ്റർ ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ റിയൽ സ്റ്റോറി. ഏത് ബെല്ലാണോ ഈ ചെറു കുരുവിയുടെ കംഫർട്ട് സോൺ തകർത്തത്, അതേ ബെല്ല് കാരണം തന്നെയാണ് അവൾക്ക് മനോഹരമായ, ഫലഭൂയിഷ്ടമായ, സ്വർഗതുല്യമായ ഒരിടം കണ്ടെത്താനും കൂടുണ്ടാക്കാനും സ്വാതന്ത്ര്യത്തോടെ അതിൽ വസിക്കാനും സാധിച്ചത്. So when your world is shaking, do not be afraid, do not be scared. അങ്ങനെ ദൃഢമായ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത ചാപ്റ്റർ, അടുത്ത അധ്യായം ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരിക്കും. So never doubt God's plan. God has a better plan for you. God bless you.